ഇന്ന് രാവിലെ ദൈവവചന ധ്യാനത്തിനായി മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. This morning for today's meditation, let's turn our attention to the Gospel of Mark, chapter number 14. ആ അധ്യായത്തിൽ നിന്ന് രണ്ട് സംഭവങ്ങൾ എടുത്ത് പറയുവാനാണ് ഞാൻ കർത്താവ് ശരണപ്പെടുന്നത്. And this morning I desire to talk about two things from that chapter. എൻ്റെ മെസ്സേജിന് ഇന്ന് ഒരു തലക്കെട്ട് കൊടുത്താൽ അതിങ്ങനെയായിരിക്കും: ഉടഞ്ഞ ഭരണിയും തകർന്ന പ്രതിജ്ഞയും. And this morning, if I was to put a title to my message, it would be a broken jar and a broken vow or covenant. Amen. Praise God. 14-ാം അധ്യായം വായിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെയും ഉത്സവമായിരുന്നു. അപ്പോൾ പുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്താൽ പിടിച്ച് കൊല്ലേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു. Chapter 14 verse 1 reads like this: After 2 days it was the Passover and the feast of the unleavened bread, and the chief priests and the scribes sought how they might take him by trickery and put him to death. യേശുക്രിസ്തു ബഥാന്യയിൽ ആയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ We see here that Jesus is in Bethany. അവിടെ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ പെസഹായും അതിന് തുടർമാനമായി നടത്തുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ നടക്കുന്നു. And we see that in the next 2 days it would be the Passover, and the coming after that would be the feast of the unleavened bread. പെസഹ എന്ന് പറഞ്ഞാൽ, when we talk about the Passover, പഴയ നിയമത്തിൽ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, കുഞ്ഞാടിന്റെ രക്തത്തളിയാൽ അവിടെ നിന്ന് അവർ പെസഹ ആചരിച്ചു, അവിടെ നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട്. We see that Passover is celebrating, really remembering the time when the people of Israel were in Egypt and they sprinkled the blood on the posts and the doors, and so that they were pulled out of that land, and they celebrate, and they had that meal, that Passover meal that night. സംഹാരദൂതൻ കടന്നു വന്ന ഇസ്രായേലിലെ മക്കളെ കൊന്നുകളയാതിരിപ്പാൻ, ജീവൻ അപഹരിക്കാതിരിപ്പാൻ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടുവാൻ പറഞ്ഞു. Said that they were told that when the angel of the death comes to destroy the firstborn, that for them to be spared, they ought to put the blood of the lamb upon the doorposts. അപ്പോൾ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പെസഹ ഇവിടെ ആചരിക്കുന്നത്. And so Passover is the remembrance of them being delivered from death. അതിനുശേഷം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആചരിച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരെ ഓർമ്മിക്കുകയാണ്, ഞങ്ങളെ അവിടെ നിന്ന് വേഗത്തിൽ തിടുക്കത്തിൽ കൊണ്ടുവന്ന ദൈവത്തിന് ഞങ്ങളുടെ ജീവിതത്തിന്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് പാപശുദ്ധി പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കണം. And the feast of the unleavened bread is the celebration and remembrance of how God brought them out of that place quickly and sanctified them and cleansed them from their sins. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് പുളിപ്പില്ലായ്മയാൽ ആചരിക്കണമെന്ന്. And that's why Apostle Paul says you must remember the unleavened bread. 2 ചരിത്രം ഇവിടെ പറഞ്ഞതിന്റെ കാരണം പെസഹ ജീവൻ രക്ഷിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടും പെരുന്നാള് ചെയ്യുന്നത്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള് പാപമില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് വരുവാൻ, തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാനുമാണ് ഈ പെരുന്നാൾ നടത്തുന്നത്. And so I'm putting these two historical contexts to remind you that Passover is the remembrance of how God saved them from death. So unleavened bread, feast of the unleavened bread, is the remembrance of how God has cleansed them and given them the opportunity for them to come into His presence. ആ സന്ദർഭത്തിൽ, in that situation, അവിടുത്തെ മഹാപുരോഹിതന്മാരും and the priest of that time, അവിടുത്തെ ശാസ്ത്രിമാരും and the scribes at that time, ഇവർ രണ്ടുപേരും ദൈവജനത്തിന്റെ തലപ്പത്ത് നിൽക്കുന്നവർ. these are the leaders of the people of God. അവർ ഉപായത്താൽ, but by conniving methods, യേശുവിനെ കൊല്ലുവാൻ തീരുമാനിച്ചു. they are deciding to kill Jesus. അപ്പൊ അവർ എന്തുവാ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്? So what are they going to celebrate?
ആമേൻ. Glory to God. പെസഹായും പുളിപ്പില്ലായ്മയും ആചരിക്കാനായി 2 ദിവസത്തേക്ക് തയ്യാറെടുക്കുമ്പോൾ ആലയത്തിനുള്ളില് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഉപായം പ്രയോഗിക്കുന്ന ഒരു സമ്പ്രദായം. We see there are days when they are supposed to be celebrating the Passover and the feast of the unleavened bread. Here we see the priests and the leaders, amen, with their conniving trick. മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ കുറിച്ച് സെലിബ്രേറ്റ് ചെയ്യുവാനായി തീരുമാനിക്കുന്ന ജനം ഒരുവനെ മരണപ്പെടുത്തുവാൻ ഉപായം തീരുമാനിക്കുകയാണ്. Amen. The very leaders who are celebrating how they got rescued from death and brought into life are now using that time to figure out how they can kill another one. മനസ്സിലായല്ലോ? ചടങ്ങുകളുടെ ആരാധനയുടെ മൂല്യം നഷ്ടപ്പെട്ട് അതിന്റെ വില നഷ്ടപ്പെട്ട് അതിന്റെ അർത്ഥം നഷ്ടപ്പെട്ട് പോകുന്ന ഒരു കാലം ഇന്നു മുതലേ. And then we see the same thing today where the ritual and the tradition of worship moves forward without understanding the value or the essence of its worship. നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നുവോ അതിന് വിരുദ്ധമായിട്ടല്ലേ പലപ്പോഴും ജീവിതം. What we are celebrating and proclaiming, we do and believe and act the exact opposite. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനഭാരത്താൽ ഞാൻ വിചാരിച്ചു പലതും പറയരുതെന്ന്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ ശരണപ്പെട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ വിളിച്ചു പറയും. ജീവനുള്ള കാലത്തോളം വിളിച്ചു പറഞ്ഞ് അവസാനിക്കട്ടെ. Amen. These days I have been very burdened in my heart and my mind, and I decided I'm not going to say anything, but I am compelled by the Spirit of God, and I have determined to speak out what the Lord is saying in my heart as long as I have breath in my life. ദൈവമക്കളെ, ആരാധനയ്ക്കായി കടന്നു When വരുമ്പോൾ you come to the house of God to worship, ആരാധനയുടെ വില അറിയാതെ ആരാധനയ്ക്ക് വരരുത്. don't come into the house of God to worship without understanding the value of worship. ആമേൻ. പ്രൈസ് Praise ഗോഡ്. the Lord. ഹല്ലേലൂയ. Amen. അവൻ ബെഥാന്യയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ He went to the house of Simon the leper in Bethany. പന്തിയിലിരിക്കുമ്പോൾ And as he sat at the table, ഒരു സ്ത്രീ വെങ്കൽ ഭരണി വിലയേറിയ സ്വച്ഛജട മാംസി തൈലവുമായി വന്നു ഭരണി പൊട്ടിച്ചു. it says there, a lady came with an alabaster flask, a very costly oil of spikenard heart, and she broke the flask and poured it on his head. നിങ്ങൾ അല്പസമയം എന്നോട് കൂടെ വരണം. You need to come with me here. ഈ അധ്യായം മുഴുവൻ ഒത്തിരി വിരോധാഭാസങ്ങളാണ്. This chapter is filled with so many ironic contradictions. നമ്മൾക്ക് ഓരോന്നായി ചിന്തിച്ചാൽ സുവിശേഷത്തിൽ ഇത് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. And when we begin to think about this, we see the same thing repeated throughout the gospel. യേശു കർത്താവിന്റെ ജീവിതം മുഴുവൻ വിരോധാഭാസമായിരുന്നു. The life of Jesus was very contradictory to what was normal. കാരണം എന്തെന്ന് ചോദിച്ചാൽ യേശു കർത്താവ് ഒന്നിലധികം പ്രാവശ്യങ്ങളിൽ തനിക്ക് വിശന്നു എന്ന് പറയുന്നത് നമ്മൾ കാണുന്നു. We see there it's only multiple times Jesus was hungry. എന്നാൽ കർത്താവ് പറയുന്നു അവർക്ക് വിശപ്പായിട്ട് പോയി വഴിയിൽ വീഴരുത് എന്ന് പറഞ്ഞവരുടെ വിശപ്പടക്കുന്ന കർത്താവ്. But then we see that same Jesus, I'm concerned for the hunger of the people, saying give them something to eat so that they should not fall along the way. ഒന്നിലധികം സുവിശേഷത്തിൽ പറയുന്നു അവൻ ക്ഷീണിച്ചു തളർന്നു വന്നു എന്ന് വായിക്കുന്നു. There are many times we read in the Gospels that he was weak and tired and grew faint. എന്നാൽ യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു ക്ഷീണിച്ചവരും തകർന്നവരും ആയുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. Jesus is saying all who are heavy laden and were tired, come unto me and I will give you rest. വചനം പറയുന്നു അവൻ മഹാരാജാവായിരുന്നു. The word says he is the great king. യഹൂദന്മാർ പോലും പറഞ്ഞു അവൻ യഹൂദന്മാരുടെ രാജാവ്. Even the Jews made a claim that he is the king of the Jews. അങ്ങനെയാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് കപ്പം കരം മേടിച്ചവരല്ലേ? Amen. But doesn't that mean that they are the ones who received from this king? അവൻ കരം കൊടുത്തവനാണ്. He's the one who gave them the blessing. ആമേൻ. ഇവിടുത്തെ അന്നത്തെ ജനം അവനെ പറഞ്ഞു ഇവൻ ബൽസബൂബ് പിശാചാണെന്ന്. But the people looked at him and said he's a devil, he is Beelzebub. എന്നാൽ യേശു കർത്താവ് പിശാചിനെ പുറത്താക്കുകയായിരുന്നു. But same Jesus was the one who cast out the demon. ആമേൻ. യേശു കർത്താവ് ഒരു പാപിയെ പോലെ മരിച്ചു. Oh, Jesus died like a sinner's death. എന്നാൽ യേശു കർത്താവ് മരിച്ചത് പാപികളെ But രക്ഷിക്കുവാനാണ്. he died to save the sinner. ഹല്ലേലൂയ. Hallelujah. യേശു കർത്താവിനെ 30 വെള്ളിക്കാശിന് വിറ്റു. They betrayed Jesus for 30 pieces of silver. എന്നാൽ യേശു കർത്താവ് ലോകത്തിന്റെ പാപത്തിന്റെ മറുവിലയായി. But he became the ultimate sacrifice for the sin of mankind. ഹല്ലേലൂയ. തന്റെ വിശപ്പിന് വേണ്ടി കല്ലിനെ അപ്പമാക്കാൻ
ആ മടി കാണിച്ചവൻ ഒരു സമയത്ത് വിളിച്ചു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. The one who was hesitant to turn the stone into bread to satisfy his own hunger, Ahmed stood before the people and said, I am the bread of life. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തില് In such a time as that, ഇവിടെ ആ ജീവന്റെ നായകന്റെ ഹല്ലേലൂയ ജീവൻ കൊടുക്കുവാനായി സമൃദ്ധിയായി ജീവൻ നൽകാൻ ഭൂമിയിലേക്ക് വന്നവന്റെ ജീവൻ ഒടുക്കുവാനായിട്ട് ഒരു കൂട്ടർ തയ്യാറാകുന്നു. and now we see another ironic statement that the one who came to give life and life abundantly, now the people are trying to take that person's life. അങ്ങനെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ While that's happening on one side, മറുഭാഗത്ത് നമ്മൾ ഒരു സ്ത്രീയെ on കാണുന്നു. the other side we see a lady. നിങ്ങൾക്ക് പരിചയമുണ്ട്, ഒരുപാട് പ്രസംഗങ്ങൾ We have കേട്ടിട്ടുണ്ട്. heard multiple messages on this. ആമേൻ. അവള് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതായ ഒരു ചിത്രം ഞാൻ എന്റെ മനസ്സിൽ I കാണുകയാണ്. see a picture of this lady coming out of her home. അവൾ അറിയുവാനിടയായി ഇന്ന് ഷിമോന്റെ വീട്ടില് ഒരു ആമേൻ ഒരു ഫീസ്റ്റ് ഉണ്ട്, ഒരു ക്ഷണമുണ്ട്. She found out somehow that there is a feast taking place at Simon the leper's house. അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാനൊന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ പറയട്ടെ. അവിടെ എഴുതിയിരിക്കുന്നു, ബഥാനിയിൽ കുഷ്ഠരോഗിയായ ഷിമോന്റെ വീട്ടിൽ. It says there at the Simon the leper who was in Bethany. ശിമോൻ കുഷ്ഠരോഗിയാണെന്നുണ്ടെങ്കിൽ അവിടെ അവർക്കാർക്കും വരാനോ അവിടെ ഒരു പന്തി ഭോജനോ നടത്തില്ല. അവൻ പാളയത്തിന് പുറത്തായിരിക്കണം. If Simon was at present state a leper, he would not be able to have a feast there. He would be outside the camp. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവന്റെ കുഷ്ഠരോഗം യേശു സൗഖ്യമാക്കിയതാണ്. How? It's because he's here in this home because Jesus healed him of his leprosy. പക്ഷെ ഇന്നും സമൂഹം വിളിക്കുന്നത് But കുഷ്ഠരോഗിയായി. the community is still saying he's a leper. ആമേൻ. ഹല്ലേലൂയ. സഹോദരി, ഇന്ന് രാവിലെ നിങ്ങളോടായി ഒരു ദൂത് പറയട്ടെ. Brothers and sisters, let me share a message there for you. നിങ്ങൾക്ക് ലോകം തരുന്ന ഒരു ലേബൽ There കാണും. may be a label that the world gives you. ആമേൻ. ആ ലേബൽ വെച്ചായിരിക്കും നിങ്ങളെ തിരിച്ചറിയുന്നത്. And that may be what you are known as. എന്നാൽ കുഷ്ഠരോഗി ലോകം തരുന്ന ലേബലിനനുസരിച്ചല്ല എന്റെ യേശു കർത്താവ് കൃപയുടെ ദാനത്താലാണ് ആ ഭവനത്തിലേക്ക് ചെല്ലുന്നത്. But my Lord Jesus doesn't enter that home based on the label the world gave, but by the merit of grace upon him. യേശു കർത്താവ് അവിടുത്തെ പട്ടണത്തിലെ പ്രധാനപ്പെട്ടവരുടെ വീട്ടിൽ പോയില്ല. Jesus did not go to the elites in those societies. മഹാപുരോഹിതന്റെ വീട്ടിൽ പോയില്ല. He did not go to the high priest's house. ഒരു സാധുവായ ആമേൻ സൗഖ്യം കൊടുത്ത ശിമോന്റെ വീട്ടിലേക്ക് യേശു ചെല്ലുകയാണ്. Jesus is entering into the house of an ordinary man named യേശു Simon. കർത്താവ് പാപികളെ സ്നേഹിക്കുന്ന കർത്താവ്. The one who loves the sinner. യേശു കർത്താവ് താഴ്മയുള്ളവരോട് കൂടെ The നടക്കുന്ന one who loves the കർത്താവാണ്. humble and contrite. അതുകൊണ്ട് ലോകം തരുന്ന ലേബലിനെ കുറിച്ച് worry ചെയ്യണ്ട. So this morning you don't need to be worried about what others lay or what others label you. ആമേൻ. ദൈവം നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ദൈവമാണ്. Our God is the one who comes to our home. അപ്പോൾ ഈ ഭവനത്തിൽ മറിയയും വന്നു. And Mary came into this house. മറിയെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. It doesn't say Mary there. ഞാൻ സുവിശേഷം 12-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം ഈ സ്ത്രീ മറിയായിരുന്നു. But when you see that Gospel of John chapter 12, you മർത്തയുടെ recognize സഹോദരിയായ മറിയ. oh, this is Mary. ആ മറിയ ഒരു വലിയ പെർഫ്യൂമായിട്ട് സ്വച്ഛജടമാംസി തൈലവുമായി വന്നിരിക്കുക. She has come there with the big bottle of perfume. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരുപക്ഷേ. You might have heard. ഈ പെർഫ്യൂമിന് 300-ലധികം വെള്ളിക്കാശിന്റെ വിലയുണ്ട്. And this more than 300 denarii. This flask has more than 300 denarii worth of value. ഒരു വർഷത്തെ ഒരു ജോലിയുടെ വേതനമാണ് ഇതിന്. This is a 1 year's salary or effort or labor that is saved up to buy this. ഇത് സാധാരണക്കാരൊന്നും അങ്ങനെ വാങ്ങിച്ചു വെക്കാറില്ല. The ordinary people cannot buy this. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു, The Bible theologians say like this. ഒന്നുകിൽ സ്ത്രീകൾക്ക് ഡൗറിയായി കൊടുക്കുന്നതാണിത്. Sometimes it is given as a dowry for the lady. അല്ലെന്നുണ്ടെങ്കിൽ പരമ്പരാഗതമായി കുടുംബത്തില് അവിടുത്തെ മൂത്ത പെൺകുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ നൽകുന്നതായ ഒരു സാധനമാണിത്. Sometimes it is given as an inheritance to the daughters or the elder daughters in the house. എങ്ങനെയായാലും അവൾ ഇത് കയ്യിൽ കൊണ്ട് നടക്കുക. Whatever way this young lady has received this and is carrying this. ഇന്നത്തെ ദിവസത്തിൽ അവൾ ഒരു കാര്യം And തീരുമാനിച്ചു. she decided to do one thing. ഞാൻ ശിമോന്റെ വീട്ടിലേക്ക് പോകുകയാ. She's doing one thing. She's going to Simon's house. ഞാൻ എനിക്ക് വിലയേറിയതായി കാണുന്ന ഈ
ഈ ജഡവംശ തൈലത്തിന്റെ ബോട്ടിലുമായി പോകാൻ പോകുക. I'm going to go with this flask of oil that is very valuable. കാരണമുണ്ട്. There's a reason. ഈ മറിയെ 3 പ്രാവശ്യം നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. We see the same Mary 3 times in the gospel. ആ 3 പ്രാവശ്യം മറിയെ കാണുമ്പോഴും 3 times we see her in the അവൾ gospel. യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് യേശു പറയുന്നത് കേൾക്കുക. She's at the feet of Jesus, listening to what Jesus said. ആമേൻ. കൂടെ നടന്ന ശിഷ്യന്മാരുണ്ട്. There are the disciples who are walking with ആമേൻ. Jesus. എന്നാൽ അവരെക്കാൾ കൂടുതൽ ഈ സ്ത്രീ യേശു കർത്താവ് പറഞ്ഞത് കേൾക്കുകയും ഗ്രഹിക്കുകയും But ചെയ്തു. more than them, this lady took an effort to be at the feet of Jesus to hear what he അവൾ says. കേട്ടു മനസ്സിലാക്കിയതനുസരിച്ച് And based on what she has heard and understood, അവൾക്കൊരു കാര്യം മനസ്സിലായി, ഇനി യേശു കർത്താവ് ഈ ഭൂമിയിൽ അധികം കാലം she കാണുകയില്ല. recognized the truth that Jesus is not going to be on the earth for much longer. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. She said, this is the time for me to do something. നാളത്തെ ദിവസം എനിക്ക് കിട്ടുമോ എന്നറിയില്ല. She said, I don't know if I get another opportunity for അതുകൊണ്ട് that. ശീമോന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ So when she goes to that house, അവൾ സ്വച്ഛ ജഡമാംസ തൈലത്തിന്റെ കുപ്പിയെടുത്തു. she takes that alabaster flask ആമേൻ. അതും എടുത്തുകൊണ്ട് ആ വീട്ടിലേക്ക് ചെന്നു. and she goes there. അവിടെ ചെന്നിട്ട് And going there, അത് അവള് കയ്യിലിച്ചിരി ഒഴിച്ച് കർത്താവിനെ പൂശി എന്നല്ല it പറയുന്നത്. doesn't say that she poured some on her head and just wiped it on Jesus. അത് ഉടച്ചു. It's just there, she broke it. എന്തുകൊണ്ട് ഉടച്ചു? Why did she break it? നിങ്ങൾ അല്പസമയം ശ്രദ്ധിച്ചിരുന്ന ഞാൻ അതിന് മറുപടി If പറയാം. you pay attention, you understand what I'm saying today. പക്ഷെ ഇവിടെ നമ്മൾ അതിനു മുമ്പ് അവളത് ഉടച്ച് ആ വീട്ടിൽ സൗരഭ്യവാസനയായി. It says there in the Gospels that she broke it and the smell of that oil was a fragrance in the house. പക്ഷേ അവിടെ നിന്ന ശിഷ്യന്മാര് But the disciples who stood there, അവര് വളരെ നീരസപ്പെട്ടു. it says there they were really disturbed അവളെ ഭത്സിച്ചു. and they rebuked her. ഇവർക്ക് എന്തെങ്കിലും ചെലവുള്ള കാര്യമല്ല. This is nothing that affects them. പക്ഷേ അവര് ആ വിഷയത്തിൽ ഉള്ളിൽ നീരസപ്പെട്ടു. But they rebuke and criticize her for this. അവളുടെ മോട്ടീവ് എന്താണ്, അവളുടെ ആഗ്രഹം എന്താണ്, അവൾ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഈ 3 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. Amen. She did not, amen. It's her motive, her intentions, her desire. These are disciples who are walking with Jesus for 3.5 years, did not understand any of this. ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഞാൻ ശാന്തമായിട്ട് വായിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ 1-2 കാര്യം നിങ്ങളോട് പറയാം. And I was meditating on this scripture. There were several things that I understood that I want to share with you. എന്തും വേണ്ടി കേട്ടു എന്നും ആരുടെ കൂടെ നടന്നുവെന്നും ഉള്ളതൊന്നും വലിയ വിഷയമല്ല. It's not how much you heard or who you walked with that matter. എത്രമാത്രം ഇത് പഠിച്ചു എന്നുള്ളതൊരു വിഷയമല്ല. It's not about how much you studied the word. ആമേൻ. കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് അല്പം കേട്ടത് ഗ്രഹിച്ചിട്ട് അതിനനുസരിച്ച് ഒരു ചുവട് വെക്കുവാൻ തയ്യാറായ ഒരു സ്ത്രീയെ കുറിച്ചായി ഇന്ന് രാവിലെ നാം കേൾക്കുന്നത്. This morning what I want to present to you is a young lady who heard just a little, but what the little she heard, she understood and took a step based off of that. 15, 20, 30 വർഷക്കാലം അല്ലെങ്കിൽ എത്രയോ വർഷക്കാലത്തെ വചനം കേട്ടിട്ട് ആമേൻ അറിവിന്റെ ഉള്ളിൽ ഒതുങ്ങുന്നവരല്ലേ നമ്മള്. We are people that have heard messages for the last 15-20 years and they're confined in the knowledge of the word that we have. അത് മാത്രമല്ല, But that's not enough. ഒന്നും ചെയ്തില്ല എന്നുള്ളത് ഒരു നെഗറ്റീവായി അവിടെ ഇരിക്കട്ടെ. Let's put aside the negative about the fact that you haven't done anything. എന്നാൽ ചെയ്യുന്നവനെ കുറിച്ച് മിസ്ജഡ്ജ് ചെയ്യുവാനായിട്ടാണ് ആമേൻ അവരവിടെ ഉപയോഗിക്കുന്നത്. Not just that they're not doing, but they are now misjudging the one who is doing something. സഹോദര സഹോദരി, Oh brother and sister, ആമേൻ, ഞാനും നിങ്ങളും ഇതുപോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളെ കുറിച്ച് ആമേൻ വിധി എഴുതുന്നവരാണ്. we are people who misjudge many others. നമുക്ക് ലഭിച്ച അറിവ്, വചനത്തിന്റെ അറിവ്, ആമേൻ, നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? Where are we using our knowledge of the word in our life? ഈ പ്രിയ സഹോദരി, അവൾക്ക് ലഭിച്ച അറിവ് Based on the knowledge that she received, അവൾ മനസ്സിലായി കർത്താവിന് ഇനി അധികം കാലമില്ല. the Lord is not going to be in the earth for much longer. അതുകൊണ്ടാണ് അത് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. So she took it from her home അത് അവിടെ കൊണ്ടുവന്നു. and she brought it there. അവളൊരു അവസരം കിട്ടിയപ്പോൾ And when she got the opportunity, അത് പൊട്ടിച്ചു. she broke it. ആ കുപ്പി പൊട്ടിച്ചതിന്റെ കാരണം Why did she break it?
ഇനി ആ കുപ്പിയിൽ നിന്ന് വേറൊരാളിന്റെ മേൽ ഈ തൈലം ഉപയോഗിക്കാൻ പാടില്ല. Because from that bottle, that oil should not be used on any other person. എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഞാൻ സ്നേഹിക്കുന്ന ആമേൻ ഈ യേശുവിനെ ആമേൻ കൊടുക്കുന്ന ആ പെർഫ്യൂമിൽ നിന്ന് ഒരു തുള്ളി വേറെ ഒരാൾക്ക് കൊടുക്കുവാൻ ഇടവരരുത്. Amen, the oil that I am pouring on the Jesus that I love, not one drop of that should fall on any other person. ആമേൻ. അതുകൊണ്ട് തീരുമാനിച്ചു, So she made a decision. ഈ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ട് തീർക്കണം. I am going to finish what I brought here. ഇത് യേശു കർത്താവിന് മാത്രമാണ്. This is only for Jesus. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് പൊട്ടിച്ച് അവന്റെ തലയിൽ ഒഴിച്ചു. Oh, he says there she broke it and poured on his head. അത് മനസ്സിലാക്കുവാൻ കൂടെ നടന്നവർക്ക് കഴിഞ്ഞില്ല. And those who were with her could not understand this. ഇന്ന് രാവിലെ ഒരു ചോദ്യമുണ്ട്. This morning there's a question there. Oh, hallelujah. കർത്താവിന് വേണ്ടി കൊടുക്കുവാനായിട്ട് നമ്മളുണ്ട്. What do we have to give to the Lord? ഇന്ന് രാവിലെയും നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇവിടെ പാടി, oh how I love Jesus. We sang today morning, ഞാൻ യേശുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നു, how I love Jesus. യാഥാർത്ഥ്യത്തിൽ അത് ശരിയാണോ? But is that really a truth in our reality? ആ വാക്കുകൾ പാടിയപ്പോൾ ഞാൻ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ താണു പറഞ്ഞ്, കർത്താവേ പാടാൻ യോഗ്യതയില്ല. Oh, when we were saying that, I humbled myself one more time in the presence of God to say, God, ആലയത്തിൽ വന്ന് കള്ളം പാടിയിട്ട് പോകുകയാ. Oh, we can just sing and go. ഒരു കാരണവശാലും ജീവിതത്തിൽ യേശുവിനെ മറ്റെല്ലാ മതത്തിലേക്കാളും അധികം സ്നേഹിക്കുന്നില്ല. But in reality, we are not loving Jesus more than everything else in our life. അവളുടെ ജീവിതത്തിൽ അവൾക്കുണ്ടായിരുന്ന ഏറ്റവും പ്രധാനമായത് യേശുവിന് കൊടുക്കുവാൻ തീരുമാനിച്ചതിന്റെ കാരണം യേശുവിനോടുള്ള സ്നേഹമായിരുന്നു. Oh, she decided to give what she had. It's the most valuable thing in her life to Jesus because of her love for him. കർത്താവേ, ഞാൻ ഇവിടെ പാടുന്നു, ഞാൻ ഐ ലവ് യു സോ മച്ച്. Oh, we sing I love you so much. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ, But when I walk out of this house, ഞാൻ എന്റെ വർക്ക് പ്ലേസിൽ എത്തുമ്പോൾ, when I go to my workplace, ഞാൻ ആള് മാറും കർത്താവേ. I'm a different person. എന്റെ സ്നേഹത്തിന്റെ വാന്യത അവിടെ കാണുവാൻ കർത്താവിന് കഴിയുന്നുണ്ടോ? Oh God, can you see the depth of my love for you in my സ്കൂളിലും workplace? കോളേജിലും ചെല്ലുമ്പോൾ ഞാൻ ഇവിടെ പാടുന്ന ദൈവ സ്നേഹത്തെ കുറിച്ച് പറയുന്നതുകൊണ്ടല്ല കർത്താവേ, അത് വെറും ശൂന്യമാണ്. ഞാൻ ആള് മാറും അവിടെ. When I come and sing about the love of Jesus in church, but then when I go to school and college, those words mean nothing. I am a totally different person when I'm over there. ആമേൻ. ഞാൻ ഈ കർത്താവിനെയല്ല കാണിക്കുന്നത്. I don't really love this Lord. ആമേൻ. എന്റെ സ്നേഹം പലപ്പോഴും വെറും ശൂന്യമാകട്ടെ. My words are so empty. My love is so shallow. ഹല്ലേലൂയ. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയത് ഇവിടെ കൊണ്ടുവന്ന് തകർത്തു പൊട്ടിച്ച് കർത്താവിന് വേണ്ടി She കൊടുത്തു. took that which she held most valuable and precious and broke it and gave it to the Lord. അവിടെ വെച്ച് കർത്താവിന് വേണ്ടി അവൾ കൊണ്ടുവന്ന് കൊടുത്തു. She gave it to the Lord. Amen. അവൾക്ക് മനസ്സിലായി അത് അവസാനത്തെ അവസരമാണ്. She knew this was her last chance. അടുത്ത അധ്യായത്തിൽ വായിക്കുമ്പോൾ, The next chapter we read like this. 16-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തില് മർക്കോസിൽ വായിക്കുമ്പോൾ, Chapter 16 of verse 1 in the Gospel of Mark we read like this. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവര് അതിരാവിലെ 2 മറിയമാര് ഇടിച്ചെടുത്ത ആമേൻ പെർഫ്യൂമായിട്ട് കർത്താവിനെ അനോയിന്റ് ചെയ്യാൻ വന്നു. Oh, chapter 16 verse 1. The Sabbath was past, and two Marys, Mary Magdalene and Mary the mother of James, brought spices to anoint Jesus. എന്റെ യേശു കർത്താവിന്റെ ശരീരത്തിൽ അത് വീഴാനിടയായില്ല. But they were not able to anoint Jesus with that. അവരുടെ സ്നേഹക്കുറവല്ലേ ഞാൻ പറയുന്നത്. അവരെ ഇടിച്ചു കൊടുത്തുകൊണ്ട് വന്നത് ആമേൻ അനോയിന്റ് ചെയ്യാനായി വന്നു. പക്ഷെ കർത്താവിന് അനോയിന്റിങ്ങിന്
അത് ചെയ്യാനുള്ള അവസരം ഉണ്ടായില്ല. Amen. They had a love for Jesus. It's not that lack of love, but they came to anoint, but they missed that opportunity. പക്ഷേ ഈ മറിയെ But സംബന്ധിച്ചിടത്തോളം this other Mary, ആമേൻ, അവൾ കിട്ടിയ അവസരത്തില് Mary of Bethany, the opportunity. ആമേൻ, ആ സുഗന്ധദ്രവ്യം അത് കൊണ്ടുവന്ന് പൊട്ടിച്ച് യേശുവിന്റെ തലയിൽ ഒഴിച്ചു. She took that alabaster flask and broke it and poured it on Jesus. യേശു കർത്താവ് പറഞ്ഞു, അവളെ വിട്, അവളെ അസഹ്യപ്പെടുത്തരുത്, അവൾ എന്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. Jesus said, leave her alone, don't disturb her. She is preparing my body for my ഈ burial. സാധു സ്ത്രീ മനസ്സിലാക്കി, യേശു കർത്താവിന്റെ ശവസംസ്കാരം വരുമ്പോൾ എനിക്കൊരവസരം കിട്ടത്തില്ല. Even this ordinary lady understood that. Amen. When this Christ's body is buried, I won't have an opportunity to anoint his body. സോ അതുകൊണ്ട് ഇപ്പൊ ചെയ്യണം. That's why she said, I want to do it now. അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ ആദരവ് അവിടെ കൊടുത്തു. Oh, the expression of our love is being poured out there. നാളെ ഒരു ദിവസം അവസരം കിട്ടിയെന്ന് വരികയില്ല. There may not be an opportunity in the next day. ഇന്ന് രാവിലെ ഞാൻ അതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. But let me flip that in front of you, present it to ആമേൻ. you. യേശു കർത്താവ് മരിച്ചു പോകുന്നതിന് മുമ്പ് അനോയിന്റ് ചെയ്യുവാനായിട്ട് അവൾ വന്നു. She came to anoint the body of Jesus before his death. എന്നാൽ ഇന്ന് രാവിലെ തിരിച്ചൊന്ന് ചോദിച്ച്, എന്റെ ആയുഷ്കാലം കഴിയുന്നതിന് മുമ്പ് ഈ യേശു കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമോ? But let me flip it around and ask you, if for my life comes to an end, what am I going to do for this Jesus? ആമേൻ. നാളത്തെ രാവിലെ ഉണർന്നെഴുന്നേറ്റില്ലെങ്കിൽ, If I don't wake up tomorrow morning, ആമേൻ, ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങി നാളെ രാവിലെ ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് പെട്ടി അന്വേഷിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, Amen, if I go to bed tonight and tomorrow morning our children are in the situation where they need to find a coffin for us, ഇന്ന് രാവിലെ ഇന്നത്തെ ദിവസം എന്റെ യേശുവിന് വേണ്ടി എന്ത് ചെയ്യുന്നു? this morning, today, what am I doing for this Jesus? ഇന്ന് രാവിലെ യേശുവിനെ സ്നേഹിച്ചിട്ട് എന്റെ പ്രതികരണം എന്താ? This morning, what is the expression of my love for this Jesus? എത്ര നാളുകൊണ്ട് കേൾക്കുന്നു? How long we've been hearing the ഈ word? വചനം ഉള്ളിൽ കയറാതെ പോകുന്നത് എന്താ? Why is the word not able to penetrate our heart? എന്റെ യേശുവിനെ സ്നേഹിക്കുവാൻ To love Jesus. നാളത്തെ ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ, If I don't get tomorrow as an opportunity, would you give your best of time for him? നിന്റെ സമയുടെ ഏറ്റവും ശ്രേഷ്ഠമേറിയ നിമിഷങ്ങൾ അവന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണോ? Amen. Would you give the best of your energy for him? നിങ്ങളുടെ ആരോഗ്യത്തിന്റെ നല്ല ഭാഗം യേശുവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണോ? സങ്കടത്തോടെ രാവിലെ പറയട്ടെ, This morning, let me say with grief in my എന്റെ heart, യേശു കർത്താവ് നമ്മുടെ ലെഫ്റ്റ് ഓവർ എടുത്തെടുത്തെടുത്ത് മതിയായി. our Jesus is fed up from receiving the leftover that we have been giving him. ആമേൻ. ലെഫ്റ്റ് ഓവർ നമ്മൾ ആർക്കാ കൊടുക്കുന്നത്? Who do we give the leftover to? ഒരു ചീഫ് ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ ലെഫ്റ്റ് ഓവർ അവന് കൊടുക്കുമോ? Oh, when a chief guest comes to our house, do we give him a leftover? ആമേൻ. യേശു കർത്താവ് നാളുകളായി നമ്മുടെ ലെഫ്റ്റ് ഓവറുകൾ എടുത്തെടുത്തെടുത്ത് മതിയായിട്ട് ഇന്ന് രാവിലെ ആലയത്തിൽ ദുഃഖത്തോടെ വിളിച്ചു പറയുക, Now for years and months, the Lord has been receiving your leftover, and this morning He is standing in the middle of the church, grieving over you. വാല്യുബിൾ സമയം നമുക്ക് വേണ്ടിയാ. Amen. He died for us. ആമേൻ. വാല്യുബിൾ എനർജി എനിക്ക് വേണ്ടിയാ And He gave the ഉപയോഗിക്കുന്നത്. valuable energy to us. എന്റെ പണത്തിന്റെ മുഖവും ഞാൻ എനിക്ക് All വേണ്ടിയാ. the money is for us. എല്ലാം ഞാൻ കഴിഞ്ഞ കർത്താവ്. After me, then Christ. Hallelujah. Praise God. Hallelujah. Oh, glory to God. Thank you, Jesus. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതിന് മുമ്പ് വെക്കട്ടെ. Let me say a few more things this morning. 2 ശമൂവേൽ 24 അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. When you come to the book of Samuel, 2 Samuel chapter 24. അവിടെ എഴുതിയിരിക്കുന്ന സംഭവം ഇതാണ്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. There's so many things to say there, but I'll go quickly. ദാവീദ് ഒരു പ്രാവശ്യത്തിൽ ജനത്തെ എണ്ണിയത് ദൈവത്തിന് പ്രസാദമായില്ല. One time, amen, David put a census in the land, and that was not pleasing to God. അതിനുശേഷം താൻ അത് ഓർത്ത് ദുഃഖിച്ചു. And he grieved about that. ദുഃഖിച്ചപ്പോഴേ നമുക്ക് അവിടെ നിന്ന് നോക്കാം. ദുഃഖിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു,
എനിക്ക് ദൈവസന്നിധിയിൽ ചെയ്തു പോയതിനെ കുറിച്ച് വലിയ കുറ്റബോധമുണ്ട്. He was very guilty and felt convicted about the sin which he had committed before God. എന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ തനിരിക്കുമ്പോൾ ദൈവം അവിടേക്ക് ഒരു പ്രവാചകനെ അയച്ചു. And when he didn't know what to do, when God sent a prophet to him. 24:10 ഇങ്ങനെ വായിക്കുന്നു, ദാവീദ് വളരെ ദൈവസന്നിധിയിൽ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു. And we see in chapter 24 verse 10, David prays with great sorrow in his heart. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവം, നമ്മൾ ദൈവത്തോടെ ചെന്നിട്ട് കർത്താവേ ഞാനിത് ചെയ്തു പോയി എന്ന് പാപം പറഞ്ഞാൽ ക്ഷമിക്കുന്ന ഒരു ദൈവമാണ്. Our God is a God, when we go to him and ask him for forgiveness and say, I committed this mistake, he forgives us. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെയല്ല. But not every single time is like that. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പാപങ്ങൾ നാം മനഃപൂർവ്വമായി ചെയ്താൽ അതിനൊരു പ്രത്യാഘാതമുണ്ടെന്ന് നാം പിന്നെയും അറിയാതിരിക്കരുത്. Amen. But there are certain sins, especially those when we do it intentionally before God, understand there are some consequences behind that will not be moved away. ദൈവം അടുത്ത് ദാവീദിനോട് പറഞ്ഞു, മോനെ ഞാൻ നിന്റെ ആ മനസ്സാന്തരവും അത് പ്രാർത്ഥനയൊക്കെ എൻ്റെ ചെവി കേട്ടു. David, the prophet tells David, God has seen your repentance and your grief in your heart. പക്ഷേ എന്നാൽ ഞാൻ നിനക്ക് 3 കാര്യങ്ങൾ നിന്റെ മുമ്പിൽ വെക്കാം. But I am going to give you 3 options in front of you. ഒന്നുകിൽ 7 വർഷത്തെ ക്ഷാമം, One is 7 years of famine, അല്ലെങ്കിൽ 3 മാസം ശത്രുക്കൾ നിന്നെ ഓടിച്ച് പിന്തുടരും, or 3 months of the enemies coming after you, അല്ലെങ്കിൽ 3 ദിവസം മഹാമാരി. or 3 days of pestilence. നീ ഇതിലേതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്തു. നിന്റെ മാനസാന്തരവും നിന്റെ പ്രാർത്ഥനയും ഞാൻ കേട്ടു, പക്ഷേ നീ 3-1 ഏതെങ്കിലും നീ തെരഞ്ഞെടുത്തോളാൻ പറഞ്ഞു. Yeah, it says I heard your prayer and in your heart and your repentance, but you must pick one of these 3 things as the consequence of your sin. ദാവീദ് പറയുന്നു, ഞാൻ വല്ലാത്ത വിഷമത്തിലായി. Oh, I began to be very disturbed. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. He didn't know what to do. പക്ഷെ പെട്ടെന്ന് തനിക്ക് ഒരു കാര്യം But മനസ്സിലായി. he understood one thing. 3 മാസം ശത്രുക്കൾ എന്നെ ഓടിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും എന്നെ കൊല്ലും. Oh, after 3 months of the enemy coming after me, after the end of the 3 months, I would definitely be dead in their hands. 7 വർഷത്തെ ക്ഷാമം വന്നാൽ തീർന്നുപോയി. Oh, 7 days of famine comes, it will end. ദാവീദ് പറഞ്ഞു, ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നതാണ് ഏറ്റവും He നല്ലത്. says it's better to fall in the hands of God. അതുകൊണ്ട് പറഞ്ഞു, ദൈവമേ ഞാൻ നിന്റെ കയ്യിൽ He വീഴുകയാ. said, God, I fall into your hands. ഞാൻ എത്രയാലും നീ എന്നോട് കരുണ ചെയ്യാതിരിക്കത്തില്ല. I know that you will not go without showing me any mercy. അതുകൊണ്ട് മഹാമാരിക്ക് വേണ്ടി ഏൽപ്പിച്ചു So കൊടുത്തു. he decided for the 3 days. ദേശത്ത് അത് വന്ന് 70,000 പേര്, 70,000 ആളുകൾ മരിച്ചു. It says there that he affected the land, 70,000 people died. വാക്യം 16 പറയുന്നു, ദൈവം ദുഃഖിച്ചു. It says there God was grieved. ആ തീരുമാനത്തെ കുറിച്ച് റിലന്റ് ചെയ്തു. It says there God was relented about his decision. ദൈവം വീണ്ടും ഒരു ദൂതനെ അയച്ചു. And he sent an angel there ദാവീദിന്റെ അടുക്ക വന്നിട്ട് പറയുക, and tells God like this. നീ യെബൂസ്യനായ ആമേൻ അർവനായുടെ അടുക്കല് അവന്റെ കളത്ത് ചെല്ലണം. He says there, Amen, go to the altar threshing floor of Jebusen. അവിടെ നീ ഒരു യാഗം കഴിക്കണം. And there you must put a sacrifice. അതിൽ ഇനി അടുത്ത എന്റെ ചിന്തയിലേക്ക് വരുന്നപ്പോൾ ഇത് കേട്ടപ്പോൾ ദാവീദ് ഈ വലിയ മഹാമാരിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ അരവനയുടെ ഭവനത്തിലേക്ക് ആരാധനയ്ക്കായി പോകുകയാണ്. And so to offer the sacrifice for this pestilence, he's now heading to the house of Aruna the Jebusite. അരവനയുടെ പേര് മറ്റുള്ളിടത്ത് ഒന്ന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് വിവരിക്കുന്നില്ല. ഒർന്നാൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒർന്നാനും അരവന
ഇവർ രണ്ടുപേരും ഒരേ പേര് തന്നെയാണ്. അതുകൊണ്ട് വേഗത്തിൽ ഞാൻ പറഞ്ഞു പോട്ടെ. Some translations they use the name Ornan, some use Aruna. It's the same person, two different names. ആ ഭവനത്തിലേക്ക് രാജാവ് ചെന്നു. When the king goes there, പെട്ടെന്ന് ഒർന്നാൻ നോക്കിയപ്പോൾ രാജാവും ഭൃത്യന്മാരും വന്നിരിക്കുന്നു. and when the Ornan looks, or Aruna looks, he sees the king and his people coming. രാജാവേ എന്തിനാ അവിടുന്ന് വന്നത്? He asks the king, why have you come? എന്ന് പറഞ്ഞു, എനിക്ക് നിന്റെ ആ മെതിക്കളമുണ്ടല്ലോ അവിടെ ഒരു യാഗപീഠം പണിയുവാൻ അല്പ സ്ഥലം വാങ്ങിക്കാനാ He വന്നത്. says, I'm going to your threshing floor for me to do a sacrifice. ഒർന്നാൻ പറഞ്ഞു, രാജാവേ എന്റെ കയ്യിൽ നിന്ന് മേടിക്കാനോ? He said, oh, you want to buy that from me? ഇതെല്ലാം അങ്ങയുടെ അല്ലയോ? Doesn't this all belong to you? ഞാൻ അങ്ങയുടെ അല്ലയോ? Am I not your servant? അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം എടുത്തുകൊള്ളുക. He said, take all that you want from me. അപ്പൊ രാജാവ് പറഞ്ഞു, And so the king said, ഇല്ല ഇല്ല ഇല്ല, no, ഞാൻ എന്റെ ദൈവത്തിന് for my God, ആമേൻ ഹോമയാഗം കഴിക്കണമെങ്കിൽ if I need to do a burnt offering, ചിലവില്ലാതെ കഴിക്കില്ല. I must do it. I cannot do without it costing me ആമേൻ something. ചിലവില്ലാതെ ഞാൻ ഒരു ഹോമയാഗം കഴിക്കില്ല. I cannot give an sacrifice to God without it costing me anything. എന്തുകൊണ്ടാണ് ഈ ഭക്തൻ ഇത് പറഞ്ഞത്? Why is this servant saying like this? എന്റെ ചിന്തയും ഞാൻ പറയാം. I'll say what came into my mind. ഞാൻ ഇത് വിഷയം വെച്ച് ഒത്തിരി ചിന്തിച്ചു നോക്കി. I began to think about this. ആമേൻ എനിക്ക് ഒരിടത്തൊന്നും കിട്ടിയതില്ല. ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നു. God gave me a revelation about this. ആമേൻ ഈ മനുഷ്യൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് Do അറിയാമോ? you know where this place is? He's ആമേൻ staying ഈ here. യെബൂസ്യനായ ഇയാൾ നിൽക്കുന്ന ഒർന്നാന്റെ വീടെന്ന് പറയുന്നത് മോറിയ മലയിലാണ്. There, I'm at Ornan's threshing floor. I'm at his house. He's on top of Mount Moriah. ദാവീദ് ഇങ്ങനെ ഓർത്തു, David remembered like this. 1000 വർഷത്തിന് മുമ്പ് 1,000 years before, ആമേൻ ഇവിടെ ഈ മോറിയ മലയില് upon this mountain, എന്റെ പിതാവായ അബ്രഹാം my father Abraham ഒരു ഹോമയാഗം കഴിക്കാനായി വന്നു. came to present a sacrifice. തന്റെ ഏക വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ He കൊണ്ട് came to present his only promised son Isaac. ആ മലയില് And on that mountain, അങ്ങനെ ഒരു യാഗം ആമേൻ കഴിക്കുവാൻ and for which when that sacrifice was given, അബ്രഹാം ഏറ്റവും വിലപ്പെട്ടതിനെ കൊടുക്കാൻ തയ്യാറായെങ്കിൽ Abraham was willing to give what cost him the most. ഇവിടെ ഒരു ചീപ്പ് ആരാധനയ്ക്ക് ഞാൻ തയ്യാറല്ല. I am not willing to do a cheap എനിക്ക് worship for ഒരെണ്ണം the ഫ്രീ sake of it. ആരാധന തന്ന ആരാധന വേണ്ട. I don't want a free worship. ഹല്ലേലൂയ. ചിലവ് ചെയ്ത് ആരാധിക്കും. I want to give a want this to cost me something. ഹല്ലേലൂയ. Hallelujah. ഒരു ജാതീയ മനുഷ്യന്റെ Oh, a Gentile person. യെബൂസ്യനായ ഒർന്നാന്റെ വീട്ടില് Oh, Arnan the Jebusite's ആമേൻ house. ദാവീദ് ഒരു ആരാധനയ്ക്ക് ഒരു സ്ഥലം മേടിക്കുന്നു. Oh, David is buying a piece of land for worship. ചിലവ് കൊടുത്ത് ഒരു സ്ഥലം മേടിച്ചു കഴിഞ്ഞപ്പോ When he bought that land with his money, ദൈവം പിന്നെയും പറഞ്ഞു, ഇതിന് ഞാൻ അംഗീകരിക്കും, God said, I'm going to accept this. ഇതിനെ ഞാൻ ഓണർ I'm ചെയ്യും. going to honor this. 2 ദിനവൃത്താന്തം 3 വരുമ്പോ When we come to 2 Chronicles 3, അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, verse 1 reads like this. ലോകത്തിലേക്ക് ഏറ്റവും വലിയ മനോഹരമായ 1-ാമത്തെ ആലയം പണിതത് ഈ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിലായിരുന്നു. Amen. His sister Solomon Hallelujah. built the house, the most beautiful house for the temple of God. Where? On Ornan's threshing floor. ആമേൻ. Hallelujah. യഹൂദന്റെ വീട്ടിലല്ല, Not at the house of the Jewish ആമേൻ, person. പള്ളിപ്രമാണിയുടെ വീട്ടിലല്ല, Not at the leader's house. ഒരു അന്യ ജാതിക്കാരൻ Oh, a Gentile person. തനിക്കുള്ളത് വിട്ടുകൊടുക്കുവാൻ തയ്യാറായപ്പോൾ When he was willing to give what he had. ആമേൻ, ഏറ്റവും ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ആലയം അവന്റെ കളത്തിലാണ് ദൈവം പണിതുയർത്തിയത്. The greatest temple where the glory Amen. of God came down was upon the land of that Gentile സഹോദര person. സഹോദരി, ഇത് നിങ്ങളുടെ ഉള്ളിൽ കയറുന്നില്ലെങ്കിൽ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. Oh, if this is not getting inside of you, I don't know idea what else to tell you. ഞാനിത് വായിച്ച് ധ്യാനിച്ചപ്പോഴ് How when I begin to meditate എന്റെ on this, കസേരയിൽ എഴുന്നേറ്റു, I jumped up from my ഞാൻ chair. അവിടെ ജമ്പ് ചെയ്തു. Oh, I began to jump. കർത്താവേ, എത്ര അവസരം നഷ്ടപ്പെടുത്തി, Oh God, how many opportunities we lost. എത്ര മാത്രം നന്മകൾ ഭവനത്തിൽ വന്നു കയറുന്നത് ദൈവത്തിന് വേണ്ടി കൊടുക്കാതിരുന്നത് മൂലം തടഞ്ഞുപോയി. How many blessings that were supposed to come into our home have gone away because of our unwillingness to give unto the Lord. ഹല്ലേലൂയ. Praise the Lord. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളില്
in the different parts of the world. ജാതികളായ ആളുകളുടെ ഇടയിൽ വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുക. There is great revivals happening among the Gentiles. പെന്തിക്കോസ്ത് സഭകളിൽ ഡെഡ് And the ആയിക്കൊണ്ടിരിക്കുക. Pentecostal churches are dying. നമുക്ക് അറിയാം കാര്യങ്ങൾ. We know everything. Praise the Lord. Hallelujah. പക്ഷെ ഒരു ദൈവപ്രവൃത്തി But നടക്കുന്നില്ല. there's no work of God taking place. ദൈവദാസന്മാര് പറയാനുള്ളത് അവർ പറയട്ടെ. Let the servants of God say what they need to say. Praise the Lord. Hallelujah. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ വിലപ്പെട്ടത് കൊടുക്ക പ്രിയപ്പെട്ടവരെ. If you have anything to give to the Lord, let it be something valuable and precious. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവിടെ Let me അവസാനിപ്പിക്കാം. say one more thing there. ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നെങ്കിൽ ഉള്ളത് കൊടുക്കണം. And if you're going to give to the Lord, give what you have. 1 രാജാക്കന്മാർ 17 It's 1 Kings 17. അവിടെ നമ്മൾ ഒരു സ്ത്രീയെ കുറിച്ച് വായിക്കുന്നു. See a lady there. അവിടെ ഒരു വിധവയാ. That also is a widow. ഞാനിങ്ങനെ വായിക്കും ഈ ദൈവവചനത്തിൽ ഈ വിധവമാരെ എല്ലാം ഒത്തിരി കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. Amen. There we see God is using so many of these type of widows in the scripture. ഏലിയാവ് അവിടോട്ട് ചെന്നപ്പോഴ് When Elijah നിങ്ങൾക്ക് went there, കഥയെല്ലാം അറിയാമല്ലോ. അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇച്ചിരി വെള്ളം തരണമെന്ന് പറഞ്ഞു. he asked for some water there. അത് എടുക്കാനായി പോയപ്പോ പറഞ്ഞു ഒരപ്പം കൂടെ തരണേ. And then when she goes to get that, he said, can you also give me some bread? ആ സ്ത്രീ പറഞ്ഞു യജമാനനെ യഹോവയാണെന്ന് പറഞ്ഞു. ഞാൻ സത്യമായിട്ട് എൻ്റെ കയ്യിൽ ഒരു പിടി മാവും പിന്നെ ഇച്ചിരി എണ്ണയും അല്ലാതെ ഒന്നുമില്ല. And she tells the prophet there, truly I'm telling you by the name of the Lord that I only have a little bit, a handful of flour and a little bit of oil. മലയാളത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 2 വിറക് പറക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വിറകെന്നുള്ള ആ ഒരു അർത്ഥത്തിലല്ല, ഫ്യൂ സ്റ്റിക്സ് അത് വെച്ചുകൊണ്ട് ചിലരൊക്കെ അവൾ 2 അപ്പം ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്ന കഥയുണ്ട്. എനിവേ ഇവള് പറഞ്ഞു എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഞാനും മകനും കൂടെ അത് ഉണ്ടാക്കി തിന്നിട്ട് മരിക്കാനിരിക്കുക. It's just there. That's all I have. I am about to make this and me and my son are getting ready to die. അപ്പോഴ് ഏലിയാവ് പറഞ്ഞു നീ പോയി ഒരെണ്ണം ഉണ്ടാക്കി എനിക്ക് കൊണ്ടുവാ. അപ്പൊ തന്നെ പ്രോമിസും പറഞ്ഞു നിന്റെ കലത്തില് മാവ് കുറയത്തില്ല, എണ്ണ കുറഞ്ഞു പോകത്തുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ഇവളെ വിട്ടത്. And it says there, Elijah tells her, go and make me a small cake from it first. And he gives the promise right there. For says the Lord, the bin of flour should not be used up, nor shall the jar of oil run dry. ഇത്രയും നാള് ഞാൻ വിചാരിച്ചിരുന്നതും ഞാൻ പഠിച്ചു വെച്ചിരുന്നതും എൻ്റെ ഓർമ്മയിലിരുന്നതും എല്ലാം ഇവള് പോയി ഒരെണ്ണം ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ ഏലിയാവ് പറഞ്ഞു നീ എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് തന്നത് കൊണ്ട് നിന്റെ കലത്തിൽ പാവ് കുറയോ എണ്ണ കുറയോ ഇല്ലെന്നാ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. ഇപ്പം ചിന്തിച്ചപ്പോഴാ മനസ്സിലായേ ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പേ പറഞ്ഞു ഇതാ സംഭവിക്കാൻ പോകുന്നതെന്ന്. And up to this point, I always understood that when she went and made it and she gave it to, that's when the prophet said, because you did this, the flour will not and the oil will not run dry. But it says in the scriptures clearly, before she even made it, he told him this was going to happen. ഇനി എൻ്റെ ചിന്ത പറയുക. Now I'll say why I thought there. ഇത് കേട്ട മാത്രയിൽ ഈ സ്ത്രീ പോയി. This lady went listening to this. ഞാൻ വിചാരിക്കുന്നു I believe. ഈ ഒരു പിടി എടുത്ത് അവൾ ഒരപ്പം ഉണ്ടാക്കി ഇഞ്ഞു കൊണ്ടുവന്നു. And she took that flour and made one cake out of it. കാരണം അവൾ വിശ്വസിച്ചു ഇതിന്റെ അകത്തുനിന്ന് കുറവ് വരുത്തില്ലെന്ന് ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്. Because she believed that the servant of God said this will not എന്റെ end. ചിന്ത ആ സ്ത്രീയെ ഞാനൊന്ന് പിക്ചർ In ചെയ്തപ്പോൾ my mind, when I see that lady, that's what I believe. ആമേ നമ്മുടെ സഹോദരിമാരിൽ ചിലരൊക്കെ ബുദ്ധിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുമല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാക്കി കൊടുത്തു. She definitely took that, made that one cake and gave it to her. ഇനി ഞാൻ ഇതിന്റെ മിസ്റ്ററിയിലേക്ക് വരട്ടെ. But let me come to the mystery here. ഇവിടെ എന്തുവാ ഈ ദൈവദാസൻ പറഞ്ഞത്? What did the man of God say? കലത്തിലെ എണ്ണയും മാവും കുറയത്തില്ല. The flour and oil shall not decrease. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇവള് അന്നത്തേക്കുള്ളത് എടുക്കുന്നു, അത് കഴിയുമ്പം അടുത്ത ദിവസത്തേക്കുള്ളത് അത്രയും വരുന്നു. So that means she takes from that jar and that container what she needs, and then when she has what she needs
for just the next day. എനിക്കിത് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇത് ഈ സംഭവം ഇങ്ങനെ. I did not understand why it's happening like this. കാരണം ഇതിനു മുമ്പ് ഒരു സ്ത്രീയെ ഇതിന് നമുക്കറിയാം അതിനുശേഷം ഒരു വിധവ സ്ത്രീയെ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു കടക്കാർ വന്ന് എല്ലാം കൊണ്ടുപോകാൻ പോവുകയാണ്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. We see another incident where a lady comes with oil and she saying to Elisha the prophet, the debtors are coming, and she comes with that crisis. അവിടെ എന്തുവാ ചെയ്തത്? What happened there? ആ എണ്ണ അങ്ങ് വർദ്ധിപ്പിച്ചു കൊടുത്തല്ലേ. He says that they multiplied the oil. ആ വീട് നിറയെ കന്നാസ് നിറയെ എണ്ണയാ. And the house is filled with jars of oil. ആമേൻ വർദ്ധിപ്പിച്ചും കൊടുത്തു. And he gave it increasing. അത് വിറ്റ് അവളുടെ കടവും തീർത്തു, പിന്നെ ജീവിക്കാനും ഉള്ളതോളം. It says there she sold all the excess oil, she paid off her debt and still had enough to live on. പക്ഷെ ഇവിടെ എന്താ ഇതുപോലെ ഈ ചെറിയ മാവ് ഏലിയാവ് പറഞ്ഞുകൂടായോ, ഈ വീട് നിറയെയും ഒരു 100 ചാക്ക് ഫ്ലവറും ഒരു 50 കന്നാസ് എണ്ണയും നിറയട്ടെ എന്ന് പറയുന്ന പോരെ. But here in this instance the prophet does not say get 100 jars of flour and 100 jars of oil. എന്തുകൊണ്ട് പറഞ്ഞില്ല? Why he didn't say that? ഇത് ക്ഷാമത്തിന്റെ കാലമാണ്. This is the time of famine. ദേശത്തൊരിടത്തും ഭക്ഷണമില്ല. There's no food anywhere. ഇവിടെ വീട്ടിൽ 100 ചാക്ക് ഭക്ഷണവും 100 ചാക്ക് പൊടിയും അതിന്റെ കന്നാസും ഉണ്ടെന്നുണ്ടെങ്കിൽ ആഹാബും അവന്റെ ആളുകളും വന്ന് അന്നേരം അടിച്ചു നീക്കി ഇവളുടെ പൊടി പോലും അവിടെ കാണത്തില്ല. Because if she gets a surplus of flour and oil and Ahab comes to find out, him and his men will come there, take everything, and then she will be nowhere to be found. അതുകൊണ്ട് ദൈവം തമ്പുരാൻ പറഞ്ഞു, So God said like this, നിന്റെ മനസ്സിൽ ഇരിക്കട്ടെ പരിപാടി, Ahab, let that plan sit in your mind. എന്റെ മക്കളെ കരുതാൻ, For my child to നിനക്ക് അടിച്ചു നീക്കിക്കൊണ്ട് പോകാൻ പറ്റാത്ത തരത്തില് ഞാനിത് ക്രമീകരിച്ചു വെക്കും. I am going to do it in a way so that you cannot take that. അതുകൊണ്ട് 100 ചാക്ക് വർദ്ധിപ്പിക്കുകയല്ല, എന്റെ മക്കൾ എല്ലാ ദിവസവും വന്നെടുക്കുമ്പോൾ അത് വർദ്ധിച്ചു 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 വന്നുകൊണ്ടേയിരിക്കും. So I am not going to give 100-fold multiple increase in the first one, but each day it will come and come and come. കർത്താവിന് വേണ്ടി കൊടുത്താൽ, When you give to the Lord, ദൈവത്തിന് വേണ്ടി when കൊടുത്താൽ, you give to God, ആമേൻ, ദൈവത്തെ സ്നേഹിച്ചാൽ, when you love God, ആമേൻ, ദൈവം മണ്ടനാണെന്നാണോ വിചാരിക്കുന്നത്? you think God is dumb? നമ്മുടെ അവസ്ഥ അറിഞ്ഞ് നമ്മുടെ സാഹചര്യം അറിഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവർ തട്ടിക്കൊണ്ടു പോകാത്ത തരത്തിൽ സെക്യൂർ ചെയ്ത് നമ്മുടെ കയ്യിൽ തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. Our God is a God who is able to provide the provision in such a way that no one can take it, no one can steal it, and still sustain you. And He's a God who is capable of that. ആമേൻ. മറിയ അവളുടെ കയ്യിലുള്ള ഏറ്റവും വിലയേറിയത് കൊടുത്തു. We see Mary gives her most valuable thing to Jesus. അവളെ കുറിച്ച് ഇന്നും നമ്മളെ പോലുള്ള ഒരു പ്രസംഗിച്ചുകൊണ്ട് And നടക്കുക. now people like us are still preaching about her to this day. കർത്താവിന്റെ ഹൃദയത്തെ അവൾ തൊട്ടു. She touched the heart of Jesus. ഒരു ശവസംസ്കാരത്തിന് വേണ്ടി അനോയിന്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചു. She received the opportunity to anoint his body for the burial. ആമേൻ. ഒർന്നാന്റെ കാര്യം നോക്കിയേ. Look at the type of ornament. അവനൊരു ജാതീയനായ He മനുഷ്യൻ. was a Gentile person. യഹൂദന്മാർ അവനെ കണക്കാക്കുന്ന The പോലുമില്ല. Jewish people don't consider him. പക്ഷെ കർത്താവിന് ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്തപ്പോ, But when he gave to God, ആമേൻ, ഒന്നാമത്തെ ടെമ്പിൾ അവന്റെ വീട്ടിലാ the പണിഞ്ഞത്. first temple is in his house. ആമേൻ. മൂന്നാമത്, ആമേൻ, സാരഫത്തിലെ വിധവ, The widow of Sarepta, അവക്കൊന്നുമില്ല. she has nothing. പക്ഷെ ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോൾ, But she gave what she had. ആമേൻ, ദൈവം അവളെ അനുഗ്രഹിച്ചു. God blessed her there. മറ്റുള്ളവൻ തട്ടിക്കൊണ്ടുപോകാത്ത തരത്തിൽ അനുഗ്രഹത്തിന്റെ കലവറ അവൾക്ക് കൊടുത്തു. God opened the door of blessing for her in a way that the enemy could not take it. ദൈവവേദന ഇതാ ദൈവത്തിന്റെ കരം. This morning, child of God, that is the hand of God. ദൈവത്തിന് വേണ്ടി ഏറ്റവും വിലയേറിയത് കൊടുക്കാമോ? Are you able to give what is ദൈവത്തിന് വേണ്ടി precious to God? വിലയേറിയ സമയം Are you കൊടുക്കാമോ? able to give your time for God? ദൈവത്തിന് വേണ്ടി ആരോഗ്യം Are you able കൊടുക്കാമോ? to give your energy to God? ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ഭവനം Are you able കൊടുക്കാമോ? to give your home for God? ദൈവത്തിന് വേണ്ടി നിങ്ങളെ തന്നെ Are you കൊടുക്കാമോ? able to give yourselves for God? Hallelujah. ഹല്ലേലൂയ. Oh, praise God. ഈ അധ്യായത്തിൽ 2 സ്ഥാനങ്ങളില് In these 2 places in this chapter, ആമേൻ 2 കാര്യങ്ങൾ കാണുന്നു. 2 things we see. ഇവിടെ മറിയ വിലയേറിയ ആ
പെർഫ്യൂമിന്റെ ബോട്ടിൽ പൊട്ടിച്ചു. We see Mary breaks a very valuable, precious perfume jar. അടുത്ത കുറച്ച് അതിന്റെ അവസാനത്തിലേക്ക്, അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് When വരുമ്പോൾ you come to the end of that chapter, നമ്മൾ മറ്റൊരു സംഭവം we കാണുന്നു. see one more thing. Peter യേശുവിനോട് പറയുന്നു, Jesus says like this, ആരെല്ലാം ഇടറിയാലും ഞാൻ ഇടറുകയില്ല. whoever all leaves you, I will not leave you. അതിന്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞു, കർത്താവിനെ കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞു, ഇല്ല കർത്താവേ, നിന്നോട് കൂടെ മരിക്കാനും ഞാൻ തയ്യാറാണ്. And Jesus says about that, and he goes one step further and says, no Lord, I am willing to even die for you. അവിടുന്ന് ചില മണിക്കൂറുകൾ കഴിഞ്ഞു. But within a couple hours from that moment, വലിയ ഒരു പ്രതിജ്ഞ കർത്താവിനോട് ചെയ്തത്. he took a great decision, a great vow, a severe one before the Lord. നമ്മുടെ കൂടെ 12 പേര് നാളുകളായി ഇറങ്ങി തിരിച്ചല്ലോ. The 12 disciples who have been traveling with ഈ Jesus, 11 പേര് വിടറിയാലും ഞാൻ ഇടറത്തില്ല. he said, if the other 11 fall, I won't fall. ഈ 11 പേര് നിന്നെ വിട്ടുപോയിട്ടാലും ഞാൻ നിന്നോട് കൂടെ മരിക്കാൻ തയ്യാറാ. Even if the other 11 go, I am willing to die with you. മണിക്കൂറുകൾ കഴിഞ്ഞു. But after a couple hours, നിങ്ങൾക്കറിയാം അവിടെ you know what happened there. അവനായ പ്രാകുവാനും ആമേൻ അലറി പറയുവാനും തുടങ്ങി. ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല, ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല, ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല. Word says he cursed and he said aloud, I don't know this man, I don't know this man, I don't know this man. പത്രോസ് അവന്റെ പ്രതിജ്ഞ പാടേ തകർത്തു കളഞ്ഞു. Peter, the vow that he took before the Lord, he broke it right there. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഞാൻ മെസ്സേജിന്റെ തലകെട്ട് പറഞ്ഞ് ഉടഞ്ഞ ഭരണിയും തകർന്ന പ്രതിജ്ഞയും. കാരണം ഒരു സ്ത്രീ സ്നേഹത്തിന്റെ ആദരവോടുകൂടെ അവളുടെ ആ സ്വച്ഛജടമാംസി തൈലത്തിന്റെ ബോട്ടിൽ പൊട്ടിച്ചപ്പോൾ ആ ഭവനം മുഴുവൻ സൗരഭ്യവാസനയായി. That's why I said this morning the title is The Broken Jar and the Broken Vow. Because on one hand we see a lady who breaks her valuable jar of perfume and makes a fragrance in the house for Jesus. ഭവനം നിറഞ്ഞ സൗരഭ്യവാസന. Oh, the house is filled with the fragrance of the expression of love. കൂടെ നടന്ന ഒരു വ്യക്തി, But the disciple who walked with him, അവന്റെ പ്രതിജ്ഞ തകർത്ത് കളഞ്ഞപ്പോൾ when he threw away, he broke his അവൻ disavow. കള്ളം പറയുകയാണ്. കള്ളം പറഞ്ഞ് ആമേൻ അവിടെ ആ അന്തരീക്ഷം മുഴുവൻ is pouring out lies and curses. He's lying and cursing over there. ഒരു സ്ത്രീയെ pouring out the fragrance and the other one is pouring out lies. ഒരു സ്ത്രീ സൗരഭ്യവാസം അവിടെ ഒഴുകുമ്പോൾ മറ്റൊരു മനുഷ്യൻ അവിടെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രതിജ്ഞ തകർത്ത് കളയല്ലേ സഹോദര. Oh, don't break your vow. പ്രതിജ്ഞ തകർത്ത് കളയല്ലേ Don't സഹോദരി. break your vow. ഇവിടെ ഞായറാഴ്ച നമ്മൾ വന്നിട്ട് I love you Jesus എന്ന് പാടിയിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് പ്രതിജ്ഞ തകർത്ത് കളയല്ലേ. Don't come here and saying I love you Jesus and then go out and break your vow. ഇവിടെ നമ്മൾ പറയുന്നത് കേൾക്കുന്ന ഒരു കർത്താവ് ഇവിടെ നിന്ന് പുറത്തു പോകുമ്പോഴും നമ്മളോട് കൂടെ ഉണ്ട്. Because the one who can hear you, amen, in the house of God singing and praying is the same one who is walking out with you. ആമേൻ. എത്ര സന്ദർഭങ്ങളിൽ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ആമേൻ നിങ്ങളുടെ പ്രതിജ്ഞ തകർത്ത് തരിപ്പണമാക്കിയതിനു ശേഷമാണ് ഇവിടെ ആലയത്തിൽ വരുന്നത്. How many times you broke your vow before the Lord and then came into the house of God. Amen. Amen. ആരും കാണാതെ, no, without anybody seeing. Oh yes, പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഒരു ദൂത് The പറയുന്നു. Spirit of God is giving me a prophetic word. മറിയ മറ്റുള്ളവരുടെ മുമ്പിൽ കൂപ്പി പൊട്ടിച്ചു. Mary, amen, broke her jar in front of everyone. എന്നാൽ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ പ്രതിജ്ഞകൾ തകർക്കുന്നവര്, But there are those who are breaking their vows secretly behind everyone without anyone seeing. രണ്ടും കർത്താവ് കാണുന്നുണ്ട്. But both are seen by God. രണ്ടും കർത്താവ് കാണുന്നുണ്ട്. Both are seen by God. ഇന്ന് രാവിലെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് this morning if you surrender, ആമേൻ, ദൈവമുമ്പാകെ താണു വീണ് പ്രാർത്ഥിക്കുക. and you cry out and pray to God. ദൈവസഭയിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം. Remember one thing. നമ്മുടെ പ്രതിജ്ഞ കർത്താവുമായിട്ടുള്ളത് തകർത്താൽ If our covenant and our vow is broken, നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത് when we come out of that, ആമേൻ സൗരഭ്യമല്ല. it's not a fragrance. അത് നമ്മുടെ കർത്താവിന് അപമാനം. That's a shame to അത് Jesus. ദൈവസഭയ്ക്ക് നാറ്റം. That
is a stench to the church of God. Oh. Oh, അതിന് hallelujah. കൂടുതൽ പറയാൻ പരിശുദ്ധാത്മാവിനില്ല. Oh, this morning the Spirit of God has nothing more to say. ഇന്ന് രാവിലെ അതിൽ കൂടുതൽ പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. He has not given me anything more to say than that. രാവിലെ ഞാൻ മുട്ടുമേലിരുന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ ഇതല്ലാത്ത ഒരു വാക്ക് പോലും എന്റെ വായിൽ നിന്ന് This വരരുത്. morning I pray to God, Lord, let me not speak even one word that is not your will. ഇന്ന് രാവിലെ ആര് തയ്യാറാകും കർത്താവിനോട് പേഴ്സണലി പറഞ്ഞാൽ മതി, കർത്താവേ, ഞാൻ ഇത്രയും നാള് നടന്നു, ഇത്രയും നാള് കൂടെ പോയി, ആ ശിഷ്യന്മാരെ പോലെ ഞാൻ യേശുവിനോട് കൂടെ നടക്കുകയാണ്. എന്നാൽ ആ സ്ത്രീ ചെയ്തതുപോലെ എന്റെ കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിക്കുവാൻ, അങ്ങയോട് എന്റെ സ്നേഹം പകരുവാൻ, അതൊന്ന് എക്സ്പ്രസ് ചെയ്ത് കാണിക്കുവാൻ എനിക്ക് സഹായിക്കണം. Oh, many will say this morning, God, I would walk with you just like the disciples, but Lord, help me to show the expression of my love just like this lady did. ആമേൻ. Hallelujah. ഞാൻ എടുത്തിരിക്കുന്ന പ്രതിജ്ഞ തകർത്ത് കളയാൻ ഇടവരല്ലേ കർത്താവ്. And how many will pray today, Lord, let not the vow that I've taken before you be broken. Oh, ഹല്ലേലൂയ. മോറിയ മലകളില് അബ്രഹാം പിതാവ് സ്വന്തം മകനെ യാഗമായി അവിടെ സമർപ്പിക്കാനായി കെട്ടിവെക്കുന്നത്. ഹല്ലേലൂയ. ദാവീദ് ആ മോഡൽ ഓർത്ത് കാണും. അതുകൊണ്ടാണ് ചെലവില്ലാതെ ആരാധന ചെയ്യരുതെന്ന് പറഞ്ഞത്. Oh, David remembering Abraham and how he sacrificed his beloved son on Mount Moriah. Amen. Remembering that, David made a decision. I don't want to do a sacrifice that cost me nothing. കുഞ്ഞുങ്ങളെ, Children, നിങ്ങളോട് ഞാൻ രാവിലെ താണുവീണപേക്ഷിക്കുന്നു. I am falling down and begging and pleading to you. 1, 2, 3 തലമുറകൾ കാണിച്ചു തന്ന മാതൃകകളുണ്ട്. ആരാധനയുടെ വെളിപ്പാടുകൾ. അവർ കർത്താവിനെ എങ്ങനെ സ്നേഹിച്ചുവെന്ന്, ആരാധന എങ്ങനെയായിരിക്കണമെന്നും കാണിച്ചു തന്നിട്ട് 4ാമത്തെയും 5ാമത്തെയും തലമുറകളാകുന്ന നമ്മള്, ആമേൻ, ഓടിമറയല്ലേ, പ്രതിജ്ഞകൾ തകർക്കല്ലേ, ആമേൻ, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകല്ലേ, ദൈവത്തോട് ചേർന്ന് നിൽക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. I beg you and I urge you that look at the 3 or 4 generations in behind you and how your grandparents and great-grandparents served the Lord, loved Him, and worshipped Him. They have presented and demonstrated an exemplary model for you to follow. Don't look at that and move away from the Lord. Don't go away from your vow before Him. അബ്രഹാം നിന്നതായ ആ മോറിയ മലയില്, And the mountain where Abraham stood, 1000 വർഷത്തിനു ശേഷം after 1000 years, തലമുറകളിൽ ഒന്ന് അവിടെ നിന്നുകൊണ്ട് one of his generations is standing ആരാധനയുടെ വില കുറയ്ക്കുവാൻ and is not allowing the worship's value to go down. ഇടവരരുത്, Don't ഇടവരരുത്, ഇടവരരുത്. allow that worship to go down.